പറയപ്പെടെ ചുണ്ടലി നീയും ചുണ്ടലി ഞാനും പവേഡ് ബൈ ലോകത്തിലെ ഏറ്റവും സ്വാദിഷ്ടമായ അച്ചാർ. ഒരുപാട് അമ്മവേഷങ്ങളുടെ നമ്മുടെയൊക്കെ സ്വീകരണ മുറിയിൽ അതിഥിയായി എത്തുന്ന മലയാള സിനിമയിലെ KPS നാണിയമ്മ. ഇന്നത്തെ ആദ്യത്തെ ടീമിനെ നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കാം. നമ്മുടെ സ്വീകരണ മുറികളിൽ മർമ്മത്തിൽ ചാലിച്ച നർമ്മങ്ങൾ വിതറുന്ന ടീമാണ് ഇന്നെത്തുന്നത്. മറ്റാരുമല്ല, ടീം സ്വയം പുകഴ്ത്തൽ. അവരുടെ പേര് പോലെ തന്നെ ഇന്നത്തെ റൗണ്ടും അതാണ്, ടീം പുകഴ്ത്തൽ. ഓർഡർ ഓർഡർ ഓർഡർ. വളരെ പരിശുദ്ധവും പരിപാവനമായ ഒന്നാണ് ദാമ്പത്യ ബന്ധം. വിവാഹത്തിന് ശേഷം വർഷങ്ങൾക്ക് ശേഷം ഈ നിൽക്കുന്ന സ്ത്രീയെ നിരന്തരമായി ഉപദ്രവിക്കുകയും കരുതിക്കൂട്ടി കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ് നിങ്ങളിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്നത്. എന്തു പറയുന്നു? കല്ല് വെച്ച നുണയാണ് സാറേ. എന്റെ മോളൂനെ, എന്റെ മുത്തിനെ, എന്റെ ചക്കരെ ഒരു പൂ പോലെയാണ് സാറേ ഞാൻ സ്നേഹിക്കുന്നത്, പൂ പോലെ. ഒബ്ജക്ഷൻ യുവർ ഓണർ. ഒബ്ജക്ഷൻ സസ്റ്റൈൻ. ഈ നിൽക്കുന്ന പ്രതി പറഞ്ഞത് സത്യമായിരിക്കാം. ഈ നിൽക്കുന്ന പെൺകുട്ടിയെ പൂ പോലെയാണ് കണ്ടതെന്ന്. എന്നാൽ ഈ നിൽക്കുന്ന പെൺകുട്ടിയെ പൂ പോലെ കാണുകയും അവളെ തേജവധം ചെയ്യുകയും പിച്ചു ചീന്തുകയുമാണ് ഇദ്ദേഹം ചെയ്തിട്ടുള്ളതെന്ന് തെളിവുകളാൽ ഞാൻ മുമ്പേ ബോധിപ്പിച്ചിട്ടുള്ളതാണ്. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. അതെ, ഈ നരാധമനിൽ നിന്നും എന്നെ രക്ഷിക്കൂ യുവർ ഓണർ. അത് മാത്രമേ ഈ കോടതിയിൽ എനിക്ക് അപേക്ഷിക്കാനുള്ളൂ. പച്ച കള്ളമാണ് സാർ പറയുന്നത്. വിവാഹ നാളിൽ എന്റെ ഭാര്യ സന്തോഷവതിയായിരുന്നു. ഞങ്ങൾ അടയും ശർക്കയുമായിരുന്നു, അവനും മലയുമായിരുന്നു. ഞാൻ ഈനാമ്പശിയാണെങ്കിൽ ഇവൾ മരപ്പൊട്ടിയാണ് സാർ. ആ നാളുകളൊന്നും എനിക്ക് മറക്കാൻ കഴിയില്ല സാർ, മറക്കാൻ കഴിയില്ല. പെണ്ണിന്റെ ചെഞ്ചുണ്ടിൽ പുഞ്ചിരി പൂത്തു ഹയ്യാ കണ്ണാടി പുഴയിൽ വിരിയണ കുളിരല പോലെ. കണ്ടില്ലേ കിന്നാരം പറയണൊരാളെ ഹയ്യാ ഇല്ലിക്കാടടി മുടിയുലയണ കലപില പോലെ. പെണ്ണിന്റെ ചെഞ്ചുണ്ടിൽ പുഞ്ചിരി പൂത്തു ഹയ്യാ കണ്ണാടി പുഴയിൽ വിരിയണ കുളിരല പോലെ. കണ്ടില്ലേ കിന്നാരം പറയണൊരാളെ ഹയ്യാ ഇല്ലിക്കാടടി മുടിയുലയണ കലപില പോലെ. ഇത്രയേറെ സുന്ദരവും മനോഹരമായ ഈ ദാമ്പത്യ ജീവിതത്തിൽ എവിടെയാണ് വിള്ളൽ സംഭവിച്ചത്? കഴിഞ്ഞ നവംബർ 16-ാം തീയതി ഞങ്ങളുടെ വിവാഹ വാർഷികമായിരുന്നു. ഓ മൃദുലേ ഹൃദയ മുരളിയിലൊഴുകിവാ. മോനു, മര്യാദയ്ക്ക് പറ, ആരെയും മൃദുല? മോളു നിന്നെ ഞാനൊന്ന് പൊക്കി പറഞ്ഞല്ലേ? പൊക്കി പറഞ്ഞൊന്നുമല്ല, ഓഫീസിൽ വന്നിരിക്കുന്ന എന്റെ പുതിയ സ്റ്റാഫിന്റെ പേരാ മൃദുല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അല്ല, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ? ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയില്ല. ഇത് നിനക്ക് വേണ്ടപ്പെട്ട ദിവസമാണ് മാളു. കുങ്കുമപ്പൂവിലെ പ്രൊഫസർക്ക് കിഡ്നി മാറ്റി കിട്ടിയ ദിവസം. അതല്ല, പാരിജാതത്തിലെ ഹണിയുടെ കല്യാണം നടന്ന ദിവസം. അതുമല്ല, പിന്നെ ഇന്ന് നമ്മുടെ വിവാഹ ദിവസമാണ്. അതിനുവേണ്ടി നിനക്ക് ഞാനൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. അയ്യോ, എനിക്ക് മോന് സമ്മാനം കൊണ്ടുവന്നോ? എന്റെ മോളിന് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത സമ്മാനം. എന്റെ മോനൂന് എനിക്ക് അല്ലെങ്കിലും അറിയാം, എന്നെ എപ്പോഴും സന്തോഷിപ്പിച്ചു കൊഞ്ഞു. മോളു, പിന്നൊരു കണ്ടീഷൻ ഉണ്ട്. ഞാൻ പുറത്തു പോയതിനു ശേഷം മാത്രമേ ഈ കവർ നീ പൊട്ടിക്കാൻ പാടുള്ളൂ. മോന് പുറത്തു പോയതിനു ശേഷം മാത്രമേ മോളു ഈ കവർ പൊട്ടിക്കൂ. മോൾ അതുപോലെ തന്നെ ചെയ്യണം കേട്ടോ. പോട്ടെ മോളു. എത്ര ലക്ഷത്തിന്റെ ആണോ? ലോകത്തുള്ള ഒരു ഭർത്താവും ഒരു ഭാര്യയ്ക്ക് ഇത്ര ഒരു വൃത്തികെട്ട വിവാഹ സമ്മാനം കൊടുത്തിട്ടുണ്ടാവില്ല യുവർ ഓണർ. അതിൽ ഇയാൾക്ക് എന്നെ കത്തി കൊണ്ട് കുത്തി കൊല്ലായിരുന്നില്ലേ? ഞാൻ തന്നെ വെച്ചുണ്ടാക്കി കൊടുക്കുന്ന ചോറിലും കറിയിലും വിഷം വെച്ചെന്നെ കൊല്ലായിരുന്നില്ലേ? എന്തോരം ചോറ് ഞാൻ ഉണ്ടാക്കി തന്നു, എന്തോരം ബിരിയാണി ഞാൻ ഉണ്ടാക്കി തന്നു. എനിക്കിനി ജീവിക്കണ്ട യുവർ ഓണർ. എന്നെ തൂക്കിക്കൊല്ലു യുവർ ഓണർ, എന്നെ തൂക്കിക്കൊല്ലു. എന്ത് സമ്മാനമാണ് ഈ ഭർത്താവ് നിങ്ങൾക്ക് തന്നത്? നവംബർ 16-ാം തീയതി വിവാഹ സമ്മാനമായിട്ട് ഡൽഹിയിലെ കൊണാട്ട് പ്ലേസിൽ. കോടതിയാണ്, ബഹുമാനപ്പെട്ട കോടതി. ഡൽഹിയിലെ ഒരു സ്ഥലമാണ് ഈ കൊണാട്ട് പ്ലേസ്. ഡൽഹിയിലെ കൊണാട്ട് പ്ലേസിലെ തെരുവീതികളിലൂടെ രാത്രി 12 മണിക്ക് യാത്ര ചെയ്യാനുള്ള മുൻകൂട്ടി നിശ്ചയിച്ച ബെസ്റ്റ് ടിക്കറ്റ്. ബഹുമാനപ്പെട്ട കോടതി ഈ പെൺകുട്ടിയുടെ കരച്ചിൽ കണ്ടതാണല്ലോ. ഇതിലെ സത്യം മനസ്സിലാക്കി ഇത്രയും വലിയ ക്രൂരത കാണിച്ച ഈ മനുഷ്യമൃഗത്തിന് തക്കതായ ശിക്ഷ കൊടുക്കണമെന്ന് കോടതി മുമ്പാകെ ക്ഷമിക്കണം, കോടതി തക്കതായ ശിക്ഷ കൊടുക്കണമെന്ന് ഈ അവസരത്തിൽ ബോധ്യപ്പെടുത്തുകയാണ്.
That's all, Your Honor. ഈ കേസിന്റെ വിധി പ്രഖ്യാപിക്കുകയാണ്. നരാധമനും ക്രൂരനുമായ ഈ ഭർത്താവിനെ മരണം വരെ തടവിലിടാനും ഈ സ്ത്രീ യാത്ര ചെയ്യാൻ ഉദ്ദേശിച്ച ബസ്സിലെ ജീവനക്കാരെ തൂക്കിക്കൊല്ലാനും ഈ കോടതി വിധിച്ചിരിക്കുന്നു. കോംപ്ലിക്കേഷൻ, Your Honor. എന്തുകൊണ്ടാണ് ഒരു തെറ്റും ചെയ്യാത്ത ആ ബസ്സിലെ ജീവനക്കാരെ തൂക്കിക്കൊല്ലുന്നത്? ഈ സ്ത്രീ അന്ന് ആ ബസ്സിൽ യാത്ര ചെയ്തിരുന്നെങ്കിൽ ആ ദുഷ്ടന്മാർ ഇവളെ പീഡിപ്പിക്കുമായിരുന്നില്ലേ? ഓടുന്ന ബസ്സിന് ഒരു മുഴം മുമ്പേ. അടിപൊളിയായിരിക്കുന്നു. വളരെ മനോഹരമായിരിക്കുന്ന സ്കിറ്റാണ് ഇപ്പോൾ അവതരിപ്പിച്ചത്. ശരിക്കും പറഞ്ഞാൽ ജഡ്ജസ് കണ്ണു തള്ളി നിൽക്കുകയാണെന്ന് നമുക്കറിയാം. നമുക്ക് മാർക്സിസ്റ്റ് ചോദിക്കാമല്ലേ, ജഡ്ജസിന്റെ വായിലിരിക്കുന്നത് എന്താണെന്ന് കേൾക്കാം. സനു, സീന, നല്ല രസമുണ്ടായിരുന്നു നിങ്ങളുടെ സ്കിറ്റ് കാണാൻ. ശരിക്കും എനിക്ക് ആദ്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ ഡ്രസ്സ് വളരെ സിമ്പിൾ ആയിരുന്നു. ഒരു ഡൈവേഴ്സ് ചെയ്യാൻ പോകുന്ന ഒരു പെണ്ണിടേണ്ട കറക്റ്റ് ഡ്രസ്സായിരുന്നു നിങ്ങൾ ഇട്ടത്. ഇതാരെ സെലക്ട് ചെയ്തത്? ഞാൻ സെലക്ട് ചെയ്തതല്ല. ഈ കോസ്റ്റ്യൂം ഡിസൈഡ് ചെയ്തതും ഡിസൈൻ ചെയ്തതും സെലക്ട് ചെയ്തതും എല്ലാം മോനു തന്നെയാണ്. സൂപ്പർ ആയിട്ടുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ ക്യാരക്ടർ, ഈ സീന ചെയ്ത ക്യാരക്ടർ വേറൊരു സ്ത്രീ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? എന്റെ മോള് തന്നെ ചെയ്താലേ അത് നന്നാവുള്ളൂ സാർ. അതെന്താണ്? വേറൊരു പെൺകുട്ടി മോനുവിന്റെ ഒപ്പം അഭിനയിക്കാൻ ഞാൻ സമ്മതിക്കില്ലല്ലോ. അവർ തമ്മിൽ അത്രയ്ക്ക് നല്ല സ്നേഹമാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ജഡ്ജസിന്റെ കമന്റ് കേൾക്കാം. നാടിയമ്മ, നിങ്ങളുടെ കോടതി എനിക്ക് കണ്ടിട്ട് നിങ്ങൾ ശരിക്കും കോടതി കയറ്റാനാണ് എനിക്ക് തോന്നിയത്. പിന്നെ ആ കൊച്ചിന്റെ ഡാൻസ്, ഞാൻ ഭരതനാട്യം, കുച്ചിപ്പുടി, ഫ്രോക്ക് എല്ലാം കളിക്കാറുണ്ട്. പക്ഷെ ഇവിടെ കെട്ടിപ്പിടുത്തം മാത്രമേ നടന്നുള്ളൂ എന്നുള്ളൊരു കാഴ്ച നമ്മൾ കണ്ടു. അതോ മാം അവര് ഭാര്യയും ഭർത്താവുമാണ്. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഏതറ്റം വരെ പോകാമല്ലോ. അല്ല, ഈ കുച്ചിപ്പിടി അറിയാമ്പോഴത്തെ ആളുകൾ കെട്ടിപ്പിടിയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ്. ആയിക്കോട്ടെ. പിന്നെ നിങ്ങള് രണ്ടുപേരും കൂടി ചിരിച്ചില്ല, ചിരിച്ച് കെട്ടിപ്പിടിച്ച് കിസ് ചെയ്തായിരുന്നില്ലേ? അത് ശരിക്കും പറഞ്ഞ കാണാൻ പറ്റില്ല. അതൊരു കിസ്സിങ് ഞങ്ങൾക്ക് ശരിക്കും മിസ്സിങ് ആയി. അയ്യോ, ഞങ്ങൾ ശരിക്കും കിസ് ചെയ്തായിരുന്നു. വേണമെങ്കിൽ ഒന്നും കൂടി ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക് ഇവിടെ? ചുണ്ടലി ഞാനും എന്നുള്ള പരിപാടിയിലെ അടുത്ത ജഡ്ജസിന്റെ അഭിപ്രായം നമുക്ക് കേൾക്കാം. കന്യക മാഡം. കൊല്ലാം. ആരെ കൊല്ലാന്ന്? കൊല്ലാം, പ്രോഗ്രാം കൊല്ലാം. താങ്ക് യു മാം. നല്ല കൈയ്യടി കൊടുക്കാം. നല്ലൊരു അഭിപ്രായമാണ് കന്യക മാഡം പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. നിങ്ങളുടെ സ്ക്രിപ്റ്റ് റൈറ്റർ ആരാണ്? ഈ സ്കിറ്റിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ അഗസ്റ്റിൻ കുന്നപ്പള്ളി. വെൽക്കം അഗസ്റ്റിൻ കുന്നപ്പള്ളി. താങ്ക് യു അഗസ്റ്റിൻ. ഇത് ഞാൻ വേറൊരു ചാനലിൽ കണ്ടിട്ടുണ്ടല്ലോ ഈ സ്കിറ്റ്. വേറൊരു ചാനലിൽ കണ്ടിട്ടുണ്ടല്ലേ? ഞാനും അങ്ങനെ കണ്ടപ്പോഴാണ് എനിക്കൊരു പ്രചോദനം കിട്ടിയത് എഴുതാൻ വേണ്ടി. അതാണല്ലേ പ്രചോദനം? അതെ അതെ. വേറെ ചാനലുകളിൽ ഇപ്പോൾ പരിപാടി തുടങ്ങിയിട്ടുണ്ടാവും. വേഗം പോയിരുന്നു സ്ക്രിപ്റ്റ് എഴുതിക്കോളൂ. ചെല്ലു. ഇനി നമുക്ക് മാർക്സ് അറിയണ്ടേ? ഞാൻ ഒരുപാട് മാർക്കൊന്നും കുറക്കുന്നില്ല, എല്ലാം പെർഫെക്റ്റ് ആയതുകൊണ്ട് ഒരു 5 മാർക്ക് കുറക്കുന്നു. 24 ഔട്ട് ഓഫ് 30. നല്ല സ്കോറാണ്. അടുത്ത കന്യക. നിങ്ങൾക്ക് മാത്സ് വരുമ്പോൾ ഞാൻ ആകെ ഒരു കൺഫ്യൂഷനിലാണ്. കാരണം നിങ്ങൾ രണ്ടുപേരും തുല്യമായിട്ട് പോടുകയാണ്. അതുകൊണ്ടിട്ട് ഞാൻ എന്റെ കൺഫ്യൂഷൻ മാറ്റിയിട്ട് രണ്ടുപേർ കൂടി 25 ഔട്ട് ഓഫ് 25. 25-ൽ 19. 25-ൽ 19 മാർക്കാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ആകെ ടോട്ടൽ മൊത്തം 85 ഔട്ട് ഓഫ് 100. ഇനി ഇവരുടെ അഭിനയത്തെ പറ്റി എന്തെങ്കിലും എക്സ്ട്രാ ക്ലാസ് കൊടുക്കാനുണ്ടോ? ഞാൻ ഈ ഫീൽഡിൽ വന്നിരിക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ച് ഫ്രീ ആയിട്ട് കുറച്ച് ഉപദേശം തരാം. അതായത് നമ്മളുടെ ആക്ഷൻ, നമ്മൾ എന്ത് കേട്ടാലും നമ്മൾ അത് ചെവിയിലൂടെയാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യേണ്ടത്. മുഖത്തല്ല ശരിക്കും അഭിനയം വരേണ്ടത്, ചെവിയാണ് ശരിക്കും അനങ്ങേണ്ടത്. അതായത് എന്നെ പറ്റി പറയുകയാണെങ്കിൽ എവറി ആക്ഷൻ ഈസ് ആൻ ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് എന്ത് നമ്മൾ ചെവിയിലൂടെ നമ്മൾ എക്സ്പ്രസ് ചെയ്യണം. എനിക്കത് പറ്റൂല. ഓൾ ദി ബെസ്റ്റ്. നല്ല കൈയ്യടി കൊടുക്കുക. നല്ല കൈയ്യടി കൊടുക്കുക. ബ്രാഹ്മിൺസ് കുമാരപ്പുടി. ചുണ്ടലി നീയും ചുണ്ടലി ഞാനും പവേർഡ് ബൈ ലോകത്തിലെ ഏറ്റവും നാറ്റമുള്ള മീൻ അച്ചാർ, മേരി താത്തീസ് മീൻ അച്ചാർ. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വരാം. വി ഹാവ് എ ഷോർട്ട് ബ്രേക്ക്.